നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട പുതിയ 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ ATM കൗണ്ടറിലെ നീണ്ട ക്യൂ കണ്ട് ട്രെയിൻ മിസ്സാകുമോ എന്ന് ഒരിക്കലെങ്കിലും ആശങ്കപ്പെട്ടവരാകും നമ്മളിൽ പലരും. എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകൾ അവസാനിക്കാൻ പോവുകയാണ്. ട്രെയിൻ യാത്രയ്ക്കിടയിലും ഇനി ATMിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയും. പണ്ടൊക്കെ പോക്കറ്റിലും പേഴ്സിലുമൊക്കെ ആയിരുന്നു പണം കൊണ്ടു നടന്നിരുന്നതെങ്കിൽ അതിൽ നിന്നൊക്കെ ഗൂഗിൾ പേയിലേക്കും പേടിഎമ്മിലേക്കും ഫോൺ പേയിലേക്കുമെല്ലാം മാറിയിരിക്കുന്നു. യാത്ര ചെയ്യുമ്പോൾ അതാണ് സേഫ്. ആവശ്യമുള്ള പണം മാത്രം കൊണ്ടു നടന്നാൽ മതിയല്ലോ. ആവശ്യമുള്ള പണം കയ്യിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തുള്ള ATMിൽ പോയി പണം എടുത്ത് അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നു. എന്നിരുന്നാലും കാര്യങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് പോവുകയാണ്. അതെങ്ങനെയാണെന്നല്ലേ ചിന്തിക്കുന്നത്? ഇനി ട്രെയിനിൽ നിന്ന് തന്നെ പണം വെച്ച് പുറത്തേക്ക് ഇറങ്ങാം. ATM തേടി നടക്കണ്ട. അതായത് ഇന്ത്യൻ റെയിൽവേ ട്രെയിനിനകത്ത് തന്നെ ATM സ്ഥാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, രാജ്യത്ത് ആദ്യമായി ട്രെയിനിനകത്ത് ATM നിലവിൽ വന്നിരിക്കുന്നു. സെൻട്രൽ റെയിൽവേയാണ് വിപ്ലവകരമായ ഈ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുംബൈ മന്മത് പഞ്ചവതി എക്സ്പ്രസ്സിലാണ് ATM സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യൻ റെയിൽവേസ് ഇന്നോവേറ്റീവ് ആൻഡ് നോൺ ഫെയർ റവന്യൂ ഐഡിയാസ് സ്കീം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ ATM നിലവിൽ വന്നിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ഭുസാവൽ ഡിവിഷനും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും സംയുക്തമായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഒരു ട്രെയിനിലാണ് ഈ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നതെങ്കിലും പിന്നീട് എല്ലാ ട്രെയിനുകളിലേക്കും ഈ സംവിധാനം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ATM സ്ഥാപിച്ചുകൊണ്ടുള്ള പരീക്ഷണയോട്ടം വിജയകരമായിരുന്നെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയത്. ട്രെയിൻ കടന്നു പോകുന്ന മോശം സിഗ്നൽ ലഭിക്കുന്ന ചിലയിടങ്ങളിൽ നെറ്റ്വർക്ക് തകരാറുകൾ നേരിടേണ്ടി വന്നതൊഴിച്ചാൽ യാത്രക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ട്രെയിൻ യാത്രയ്ക്കിടയിൽ തന്നെ പണം പിൻവലിക്കാൻ കഴിയുന്ന തരത്തിലാണ് ATM ക്രമീകരിച്ചിട്ടുള്ളത്. ട്രെയിനിലെ ATMിൻ്റെ ദൃശ്യം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കുവച്ചിരുന്നു. ഒരു ട്രെയിനിൽ ഒരു ATM എന്ന നിലയിലാണ് AC കോച്ചിൽ ATM സ്ഥാപിച്ചിട്ടുള്ളത്. ട്രെയിനിലെ മറ്റു കോച്ചുകളിലെ യാത്രക്കാർക്കും ഇതിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയും. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ലഭിക്കുന്നതാണ്. ഇതേ റേക്ക് ഉപയോഗിച്ച് സർവീസ് നടത്തുന്നതിനാൽ പഞ്ചവതി എക്സ്പ്രസ്സിലെ ATM സംവിധാനം മുംബൈ ഹിംഗോലി ജനശതാബ്ദി എക്സ്പ്രസ്സിലും ലഭ്യമാകും. ATMിൻ്റെ സുരക്ഷ കണക്കിലെടുത്ത് ഷട്ടർ സംവിധാനവും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ട്രെയിനിലെ സംവിധാനം വിജയകരമാകുകയാണെങ്കിൽ കൂടുതൽ ട്രെയിനുകളിൽ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമതായി പറയാനുള്ളത് കേരളത്തിലേക്ക് എത്തുമെന്ന് കരുതുന്ന ഡബിൾ ഡെക്കർ ട്രെയിനിനെ കുറിച്ചാണ്. കേരളം എല്ലാ കാര്യത്തിലും മുൻപിലാണെന്ന് പറയാറുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ പിന്നിൽ തന്നെയാണ്. അതിനുദാഹരണമാണ് ഉയർന്ന ശേഷിയുള്ള ഡബിൾ ഡെക്കർ സർവീസ് ഇല്ലാത്ത ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം എന്നത്. മുൻപൊരിക്കൽ മധുരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഡബിൾ ഡെക്കർ സർവീസ് നടത്താനുള്ള സാധ്യത ദക്ഷിണ റെയിൽവേ പരിശോധിച്ചിരുന്നെങ്കിലും നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ ഇരട്ടപ്പാതയില്ലാത്തതിനാൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു. എങ്കിലും ഇപ്പോൾ മലയാളികളുടെ കാത്തിരിപ്പിന് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മലയാളികൾക്ക് പുത്തൻ യാത്രാനുഭവവുമായി കേരളത്തിലേക്കൊരു ഡബിൾ ഡെക്കർ ട്രെയിൻ വൈകാതെ എത്തുമെന്നറിയുന്നു. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഡബിൾ ഡെക്കർ ട്രെയിനുകളിൽ ഒരെണ്ണം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് നീട്ടാനുള്ള ആലോചനയിലാണ് ഇന്ത്യൻ റെയിൽവേ. തമിഴ്നാട്ടിൽ നിലവിൽ 3 ഡബിൾ ഡെക്കർ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇതിൽ ബാംഗ്ലൂർ കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസ്, മധുര ഡിണ്ടിക്കൽ
പൊള്ളാച്ചി ട്രെയിൻ എന്നിവയിൽ ഒന്നാകും കേരളത്തിലേക്ക് നീട്ടുക. പൊള്ളാച്ചി ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതിനാണ് റെയിൽവേ പ്രഥമ പരിഗണന നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ബാംഗ്ലൂർ സർവീസിന്റെ കാര്യവും ആലോചനയിലുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ ഡബിൾ ഡെക്കർ ട്രെയിൻ ട്രയൽ റൺ പൂർത്തിയാക്കിയിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ കോയമ്പത്തൂർ പാലക്കാട് സെക്ഷനിൽ നടന്ന ട്രയൽ റണ്ണിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും കേരള ഡബിൾ ഡെക്കർ ട്രെയിനിന് സാങ്കേതിക അനുമതി നൽകുക. 2 ഡബിൾ ഡെക്കർ ബോഗി ഉൾപ്പെടെ 4 ബോഗികളാണ് പരീക്ഷണ ഓട്ടത്തിലുണ്ടായിരുന്നത്. കേരളത്തിലെ വള്ളത്തോൾ നഗർ, ഷൊർണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ പാലങ്ങൾ ഡബിൾ ഡെക്കർ കോച്ചുകളുടെ ഉയരവുമായി യോജിക്കുന്നതല്ല. ഇതുപോലുള്ള പാലങ്ങളും ക്ലിയറൻസ് കുറഞ്ഞ പാതകളുമാണ് കേരളത്തിലേക്ക് ഡബിൾ ഡെക്കർ ട്രെയിനുകൾ എത്തുന്നതിന് തടസ്സമാകുന്നത്. ഘടനാപരമായ വളരെ കുറവ് മാറ്റങ്ങൾ മാത്രം ആവശ്യമുള്ള റൂട്ടുകൾ പരിഗണിക്കുമ്പോൾ പാലക്കാട് വരെ സർവീസ് നീട്ടാനുള്ള സാധ്യതയേ ഉള്ളൂ. അതിനായിരിക്കും റെയിൽവേ ആദ്യഘട്ടത്തിൽ തയ്യാറാകുക. ഇപ്പോൾ യാത്രക്കാർ ഉറ്റുനോക്കുന്നത് AC ചെയർ കാർ സർവീസായ KSR ബാംഗ്ലൂർ കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുമോ എന്നാണ്. അത് സംഭവിച്ചാൽ ബാംഗ്ലൂർ യാത്രക്കാർക്ക് ഇരട്ടി സന്തോഷമായിരിക്കും. ഡബിൾ ഡെക്കർ ട്രെയിൻ വരുന്നതോടെ സാധാരണ ട്രെയിനുകളുടെ സമ്മർദ്ദം കുറയുമെന്നും യാത്രാസുഖം മെച്ചപ്പെടുമെന്നുമാണ് റെയിൽവേയുടെ കണക്കുകൂട്ടൽ. ആദ്യഘട്ടത്തിന് ശേഷം ജനങ്ങളുടെ പ്രതികരണവും കേരളത്തിലെ പ്രകടനവും വിലയിരുത്തിയ ശേഷം മധ്യതെക്കൻ മേഖലകളിലേക്കും സമാനമായ സർവീസുകൾ ആരംഭിച്ചേക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.